യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. അഭിഷേകാഗ്നിയുടെ ശ്രോതാക്കൾക്ക് ദൈവത്തിൻ്റെ കൃപയും സമാധാനവും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ. ഈ നിമിഷങ്ങളിൽ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകാൻ നമുക്ക് ആഗ്രഹിക്കാം. മനസ്സിനെ ഏകാഗ്രമാക്കാം. ദൈവവചനത്തിൻ്റെ ശക്തി കൊണ്ട് നിറയാം. ഹൃദയത്തിൽ ആത്മാഭിഷേകം നിറയട്ടെ. എല്ലാ ദൈവമക്കളും ഈ നിമിഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നു. സഹനശക്തിയും ക്ഷമശീലവും എന്നിൽ നിറച്ചിടൂ. ലോകശക്തിയെ എതിർക്കുവാൻ കൃപയും നൽകിടൂ. സഹനശക്തിയും ക്ഷമശീലവും എന്നിൽ നിറച്ചിടൂ. ലോകശക്തിയെ എതിർക്കുവാൻ കൃപയും നൽകിടൂ. വചനശക്തിയാൽ എന്നെ നിറയ്ക്കും, ആത്മശക്തിയാൽ എന്നെ നിറയ്ക്കും. ദൈവഭക്തിയിൽ എന്നെ വളർത്തും പരിശുദ്ധാത്മാവേ. വചനശക്തിയാൽ എന്നെ നിറയ്ക്കും, ആത്മശക്തിയാൽ എന്നെ നിറയ്ക്കും. ദൈവഭക്തിയിൽ എന്നെ വളർത്തും പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്ദാസരിൽ വന്നു വസിക്കും പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഓ പ്രിയ പരിശുദ്ധാത്മാവേ, നിന്ദാസരിൽ വന്നു വസിക്കും പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവേ, ഈ നിമിഷങ്ങളിൽ ഞങ്ങളുടെ മേൽ അത്ഭുതകരമായി വന്ന് ആവസിക്കണമേ. ദൈവരാജ്യ ദൂതുകൾ ഹൃദയപൂർവ്വം ശ്രവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. തടസ്സങ്ങളെല്ലാം അങ്ങയുടെ അത്ഭുത നാമത്താൽ ഇപ്പോൾ വിട്ടുപോകട്ടെ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ശ്രവിക്കുന്നത് ബാറൂക്ക് പ്രവാചകന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായം 34-ാം വാക്യം. നക്ഷത്രങ്ങൾ തങ്ങളുടെ യാമങ്ങളിൽ പ്രകാശിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്തു. അവിടുന്ന് അവയെ വിളിച്ചു, ഇതാ ഞങ്ങൾ എന്ന് അവ പറഞ്ഞു. തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി അവ സന്തോഷപൂർവം മിന്നിത്തിളങ്ങി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി അവ സന്തോഷപൂർവം മിന്നിത്തിളങ്ങി. ദൈവം ഈ ഭൂമിയിൽ നക്ഷത്രജാലങ്ങളെ സൃഷ്ടിച്ചു. യാമങ്ങളിൽ ദൈവം അവയെ വിളിച്ചു. അവ സന്തോഷത്തോടെ പറഞ്ഞു, ഇതാ ഞങ്ങൾ എന്ന് സന്തോഷത്തോടെ അവ പറഞ്ഞു. തങ്ങളെ സൃഷ്ടിച്ചവന് വേണ്ടി അവ രാത്രിയുടെ യാമങ്ങളിൽ മിന്നി തിളങ്ങി. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ സൃഷ്ടപ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളും സൃഷ്ടിച്ചവന് വേണ്ടി തങ്ങളുടെ അസ്തിത്വത്തിന്റെ കാലഘട്ടം മുഴുവനും സൃഷ്ടിച്ചവന് വേണ്ടി അവിടുത്തെ മഹത്വത്തിന് വേണ്ടി നിലകൊള്ളുകയാണ്. എന്നാൽ ദൈവത്തിന്റെ സ്വന്തം മക്കളായ, ദൈവത്തിന്റെ പൊന്നോമനങ്ങളായ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ദൗത്യത്തെ കുറിച്ച് നാം ചിന്തിക്കുന്നുണ്ടോ? ദൈവം നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഓരോരുത്തരെയും ദൈവം വിളിച്ചിട്ടുണ്ട്. ദൈവം വിളിച്ചിരിക്കുന്ന ദൗത്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യമാണ് ദൈവത്തിന്റെ നഷ്ടപ്പെട്ടു പോയ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുക. ഈശോ തന്റെ പരസ്യ ജീവിതകാലത്ത് ഇപ്രകാരം പഠിപ്പിച്ചു, ഈ ചെറിയവരിൽ ഒരുവൻ പോലും നഷ്ടപ്പെട്ടു പോകാൻ എന്റെ സ്വർഗസ്ഥനായ പിതാവ് ആഗ്രഹിക്കുന്നില്ല. ഞാനും നിങ്ങളും ഈ നഷ്ടപ്പെട്ട ആത്മാക്കൾക്ക് വേണ്ടി എത്രമാത്രം തീക്ഷ്ണതയോടെ പ്രവർത്തിക്കുന്നുണ്ട്? ഇന്ന് അനേകരുടെ ചിന്ത, ഞാൻ ഒരു അൽമായൻ, ഞാൻ ഒരു വിദ്യാർത്ഥി, ഞാൻ ഒരു ദുർബല മനുഷ്യൻ, ഞാനൊരു പടുവൃദ്ധൻ, ഞാൻ പ്രവർത്തിച്ചാൽ ആരെങ്കിലും മാനസാന്തരപ്പെടുമോ? പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വലിയ ആത്മീയ സത്യമുണ്ട്. ഈ ലോകത്തിൽ ഞാനും നിങ്ങളും, നമ്മൾ ഓരോരുത്തരും വഴി രക്ഷ പ്രാപിക്കേണ്ട ആത്മാക്കളുണ്ട്.
ആ ആത്മാക്കൾ രക്ഷ പ്രാപിക്കാത്തിടത്തോളം കാലം നമുക്ക് ആത്മീയ വളർച്ച ഉണ്ടാവുകയില്ല. നമ്മുടെ പ്രവർത്തനം വഴി രക്ഷ പ്രാപിക്കേണ്ട ആത്മാക്കൾ ഈ ഭൂമിയിലുണ്ട്. ആ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാത്തിടത്തോളം കാലം, ആ ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാത്തിടത്തോളം കാലം നമുക്ക് ആത്മീയ ഉയർച്ച ഉണ്ടാവുകയില്ല. വേറൊരു വാക്കി പറഞ്ഞാൽ, ഈ മണിക്കൂർ നാം ശ്രമിക്കാൻ പോകുന്നത് ആത്മീയ ഉയർച്ചയ്ക്കുള്ള ദൈവികമായ ഒരു വഴിയെക്കുറിച്ചാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അച്ഛൻ ഇടവക വികാരിയായിരുന്ന ഒരു ഇടവകയിൽ ഒരു സംഭവം ഉണ്ടായി. 3 വർഷക്കാലം അച്ഛൻ കഠിന പരിശ്രമം ചെയ്ത് ഇടവകയിലുള്ള മുഴുവൻ ആളുകളെയും മാനസാന്തരപ്പെടുത്താൻ പരിശ്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ എന്റെ വികാരി സ്ഥാനം തീരുന്ന നിമിഷങ്ങളായപ്പോൾ പോലും ഇടവകയിൽ പലരും മാനസാന്തരമില്ലാതിരിക്കുകയാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ആ ദിവസങ്ങളിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു മദ്യപാനിയും താന്തോന്നിയും ദുർവൃത്തനുമായ ഒരു മനുഷ്യന്റെ ജീവിത പങ്കാളി തന്റെ ഭർത്താവിന്റെ ദുർനടപ്പിനെ ഓർത്ത് മനം തൊന്ന് പള്ളിയിലേക്ക് വേദനയോടെ കടന്നു വരുമ്പോൾ ആ പള്ളിയിൽ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ അംഗമായ ഒരു അമ്മൂമ്മ ആ സഹോദരിയെ കണ്ടുമുട്ടി. ആ അമ്മൂമ്മ ചോദിച്ചു, മോളെ, നീ എന്താ എത്രമാത്രം ഭാരപ്പെട്ടിരിക്കുന്നത്? അപ്പോൾ അമ്മൂമ്മയോട് ആ സഹോദരി പറഞ്ഞു, എന്റെ ഭർത്താവിന് ദുർനടപ്പ് എന്നെ വേദനിപ്പിക്കുന്നു. എന്റെ ഭർത്താവ് കുർബാനയ്ക്ക് പോകുന്നില്ല, എന്റെ ഭർത്താവ് പള്ളിയിൽ പോകുന്നില്ല, എന്റെ ഭർത്താവ് കൂദാശകൾ സ്വീകരിക്കുന്നില്ല, എന്റെ ഭർത്താവ് സന്ധ്യാപ്രാർത്ഥനയ്ക്ക് കൂടുന്നില്ല, എന്റെ ഭർത്താവ് ദൈവമാർഗത്തെ പുച്ഛിക്കുന്നു, എന്റെ ഭർത്താവ് മദ്യപിക്കുന്നു, ദുർവൃത്തിയിൽ ഏർപ്പെടുന്നു, തകർന്ന ജീവിതമാണ്. അതോർത്ത് എന്റെ ഉള്ളം നുറുങ്ങുകയാണ്. ആ അമ്മൂമ്മ ആ സഹോദരിയോട് പറഞ്ഞു, അതിനെന്തിനാണ് ഈ പെണ്ണെ നീ പേടിക്കുന്നത്? നീ കൊന്ത ചൊല്ലി ദൈവത്തെ വിളിക്ക്, ദൈവം നിന്റെ കുടുംബത്തിൽ ഇടപെടും. ആ അമ്മൂമ്മയും കൂടി ഈ സഹോദരി ഒരുമിച്ചിരുന്ന് ഒരു ജപമാല ചൊല്ലി ആ ആത്മാവിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ട ദൈവമക്കളെ, പിറ്റേ ദിവസവും ഈ അമ്മൂമ്മയും ആ സഹോദരിയും കൂടി ജപമാല ചൊല്ലി ഈ ആത്മാവിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. അങ്ങനെ 3-4 ദിവസങ്ങൾ ഇവർ ജപമാല ചൊല്ലി ഈ ആത്മാവിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചത് ഞാൻ ഓർമ്മിക്കുന്നു. ഈ 2 പേര്, ഈ പ്രാർത്ഥനാ ഗ്രൂപ്പുള്ള അമ്മൂമ്മയും ഈ ദുർവൃത്തനായ സഹോദരന്റെ ഭാര്യയും മനം നൊന്ത് ദൈവത്തോട് ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചപ്പോൾ ഈ ദുർവൃത്തനായ മനുഷ്യന്റെ ജീവിതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു. അദ്ദേഹം ഒരു ദിവസം എന്റെ അടുത്ത് വന്ന് ഓർമ്മിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, അച്ഛാ, ഇതുവരെയുള്ള ജീവിതം മുഴുവൻ നഷ്ടപ്പെട്ടു. ഇനി തൊട്ട് എനിക്ക് ആദ്യം പോലും ഒന്നും കൂടെ ജീവിക്കണം. എനിക്ക് നല്ലൊരു ധ്യാനം കൂടണം. എന്റെ ജീവിതത്തിൽ എനിക്കൊരു വ്യത്യാസം വരുത്തണം. അങ്ങനെ അദ്ദേഹം ഒരു നല്ല ധ്യാനം കൂടാൻ വേണ്ടി പോയി. ആ ധ്യാനത്തിൽ വെച്ച് കർത്താവിന്റെ അനുഭവം കൊണ്ട് അദ്ദേഹം നിറഞ്ഞു. അദ്ദേഹം തിരിച്ചു വന്നു. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അദ്ദേഹം വലിയ മാറ്റങ്ങൾ വരുത്തി. കുടുംബത്തിൽ പ്രാർത്ഥന നിറഞ്ഞു, കുടുംബത്തിൽ സ്നേഹം നിറഞ്ഞു, കുടുംബത്തിൽ ദൈവവിചാരം നിറഞ്ഞു. ദേശത്ത് തന്നെ വലിയ മാറ്റങ്ങൾ ആ വ്യക്തിയുടെ മാനസാന്തരത്തിലൂടെ സംഭവിച്ചു. എന്നെ ചിന്തിപ്പിച്ച വലിയൊരു സംഗതിയുണ്ട്. ഞാൻ 3 വർഷം ദിനരാത്രങ്ങൾ വിശ്രമമില്ലാതെ കഷ്ടപ്പെട്ടിട്ട് യാതൊരു മാനസാന്തരത്തിന് ലക്ഷണമില്ലാതിരുന്ന ഈ ദുർവൃത്തനായ മനുഷ്യൻ, ഒരു പല്ലില്ലാത്ത അമ്മൂമ്മയും ആ ആ ദുർവൃത്തന്റെ ഭാര്യയും ചേർന്ന് 3-4 ദിവസം മനം തുരുക്കി പ്രാർത്ഥിച്ചപ്പോൾ വലിയ മാനസാന്തരത്തിന്റെ അഭിഷേകത്തിലേക്ക് കടന്നു വന്നു. എനിക്ക് പരിശുദ്ധാത്മാവ് ഒരു ബോധ്യം തന്നു. ഒരു ഇടവകയുള്ള മുഴുവൻ ആത്മാക്കളും ആ ഇടവകയുള്ള അച്ഛന്റെ പ്രവർത്തനത്തിലൂടെ മാത്രമാണ് മാനസാന്തരപ്പെടുക എന്നുള്ളതായിരിക്കില്ല ദൈവത്തിന്റെ പദ്ധതി. ഓരോ വ്യക്തികളിലൂടെയും മാനസാന്തരപ്പെട്ട് ദൈവത്തെ അനുഭവിക്കാൻ ഈ ലോകത്തിൽ ആത്മാക്കളുണ്ട്. ഓരോരുത്തരുടെയും പ്രവർത്തനത്തിലൂടെ രക്ഷ പ്രാപിക്കേണ്ട ആത്മാക്കൾ ഈ ഭൂമിയിലുണ്ട്. ആ ആത്മാക്കൾക്ക് വേണ്ടി നിയോഗിക്കപ്പെട്ടിട്ടുള്ള, വിളിക്കപ്പെട്ടിട്ടുള്ള കർത്താവിന്റെ മക്കള് ആ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, ആ ആത്മാക്കൾക്ക് വേണ്ടി പരിഹാരം ചെയ്യുമ്പോൾ, ആ ആത്മാക്കൾക്ക് വേണ്ടി ഉപവസിക്കുമ്പോൾ, ആ ആത്മാക്കൾക്ക് വേണ്ടി ദൈവത്തോട് നിലവിളിക്കുമ്പോൾ, ആ ആത്മാക്കൾക്ക് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ വാദിക്കുമ്പോൾ കർത്താവിന്റെ കരുണ ആ വ്യക്തിയുടെ മേൽ വ്യാപരിക്കുകയും അത്ഭുതകരമായ വലിയ വ്യത്യാസങ്ങൾ ആ വ്യക്തികളിൽ ഉണ്ടാവുകയും ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, അങ്ങനെ ചെയ്യുന്നവരെ ദൈവം ബഹുമാനിക്കുന്നുണ്ട്. യാക്കോബ് ശ്രീകാരുടെ ലേഖനത്തിൽ 5-ാം അധ്യായം 19-20 വാക്യങ്ങൾ വചനം പഠിപ്പിക്കുന്നു. എന്റെ സഹോദരരെ, നിങ്ങളിൽ ഒരാൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുകയും അവനെ വേറൊരാൾ തിരിച്ചുകൊണ്ടുവരികയും ചെയ്യുന്നെങ്കിൽ പാപിയെ തെറ്റായ മാർഗത്തിൽ നിന്ന് പിന്തിരിക്കുന്നവൻ തന്റെ ആത്മാവിനെ മരണത്തിൽ നിന്ന് രക്ഷിക്കുകയും തന്റെ നിരവധിയായ പാപങ്ങൾ തുടച്ചു മാറ്റുകയും ചെയ്യുന്നുവെന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളുകയും. തന്റെ ആത്മാവിനെ രക്ഷിക്കുന്നു, തന്റെ നിരവധിയായ പാപങ്ങളെ തുടച്ചു മാറ്റുന്നു. വലിയ സ്വർഗീയ അഭിഷേകമാണത്. അതുതന്നെയാണ് മത്തായി ശ്രീകാരുടെ സുവിശേഷത്തിൽ 5-ാം അധ്യായം 19-ാം വാക്യത്തിൽ പഠിപ്പിക്കുന്നത്. എന്റെ ഈ പ്രമാണങ്ങളിൽ ഏറ്റവും നിസ്സാരമായ ഒന്ന് അനുസരിക്കുകയും അനുസരിക്കാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യുന്നവൻ സ്വർഗരാജ്യത്തിൽ വലിയവൻ എന്ന് വിളിക്കപ്പെടും.
സ്വർഗത്തിൽ വലിയ വലിയ സ്ഥാനമാണ് അങ്ങനെയുള്ള വ്യക്തികൾക്കായി ദൈവം നൽകിയിരിക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ജീവിതത്തിൽ കഷ്ടങ്ങൾ ഉണ്ടായാലും, ഈ ജീവിതത്തിൽ ക്ലേശങ്ങൾ ഉണ്ടെങ്കിലും, ഈ ജീവിതത്തിൽ എന്ത് തന്നെ സാഹചര്യങ്ങളുണ്ടെങ്കിലും ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു ദൗത്യം എന്റെയും നിങ്ങളുടെയും നമ്മുടെ ഓരോരുത്തരുടെ മേലുണ്ടെന്ന് ദൈവത്തിന്റെ വചനം നമുക്ക് ബോധ്യം നൽകുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ ദൗത്യം ഞാനും നിങ്ങളും നിർവഹിക്കാത്തിടത്തോളം കാലം എന്റെയും നിങ്ങളുടെയും ആത്മരക്ഷ ഭദ്രമല്ല. എന്റെയും നിങ്ങളുടെയും ആത്മരക്ഷ ഭദ്രമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാനും നിങ്ങളും സുവിശേഷ വേല ചെയ്യണം, ഞാനും നിങ്ങളും ദൈവവേല ചെയ്യണം, ഞാനും നിങ്ങളും ദൈവരാജ്യത്തിന്റെ നഷ്ടപ്പെട്ട ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കണം. ഇത് ദൈവവചനത്താൽ കർത്താവ് നമുക്ക് നൽകിയിരിക്കുന്ന കടമയാണ്. വിശുദ്ധ ലിഖിതത്തിൽ യോഹന്നാന്റെ സുവിശേഷം 4:36 വചനം പഠിപ്പിക്കുന്നു, കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ശേഖരിക്കുകയും ചെയ്യുന്നു. കൊയ്യുന്നവന് കൂലി കിട്ടുകയും അവൻ നിത്യജീവിതത്തിലേക്ക് ശേഖരിക്കുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ ദൈവവേല വിട്ട് ചില ആളുകൾ അവരുടെ ജീവിതത്തിൽ പറഞ്ഞ കാര്യം ഓർക്കുകയാണ്. അച്ഛാ, ഞാൻ ധ്യാനം കൂടി, ഇനി മദ്യപാനം നിർത്തി, പുകവലി നിർത്തി, കള്ളുകുടി നിർത്തി, എല്ലാ ദുർവൃത്തി നിർത്തി, ഇനി എന്റെ വീട്ടിലെ കാര്യം നോക്കി, എന്റെ ആത്മീയ കാര്യം നോക്കി, പള്ളിയിൽ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വന്ന് അവനവന്റെ കാര്യം നോക്കി, അങ്ങനെ തീക്ഷ്ണമായി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. തെറ്റായൊരു ജീവിത രീതിയാണത്. അവനവന്റെ കാര്യം നോക്കാൻ വേണ്ടിയല്ല കർത്താവ് നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുന്നത്. ഫലമില്ലായ്മയാണ് ഇന്നത്തെ ഏറ്റവും വലിയ തിന്മ. അവനവന്റെ കാര്യം നോക്കി, അവനവന്റെ വീട്ടിൽ അവനവന്റെ ഭാര്യയുടെ അവനവന്റെ കുട്ടികളുടെ കാര്യം നോക്കി മാത്രം നടക്കുന്നതല്ല ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അടുത്ത് നഷ്ടപ്പെട്ട ഒരു ആത്മാവുണ്ടെങ്കിൽ ആ ആത്മാവിനെ കുറിച്ച് നമ്മുടെ ഹൃദയത്തിൽ ഭാരം ഉണ്ടാകണം. ആ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ആത്മാവിന് മനസ്സിന് വേണ്ടി കർത്താവിനോട് നിലവിളിക്കണം. ആ ആത്മാവിനോട് യേശുവിനെ കുറിച്ച് പറയണം. ആ ആത്മാവിനോട് ദൈവത്തെ കുറിച്ച് പറയണം. മാനസാന്തരത്തെ കുറിച്ച് പറയണം. രക്ഷയിലേക്ക് കടന്നു വരാൻ തക്ക വിധം ആ ആത്മാവിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. ഈ ഒരു ദൗത്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ദൗത്യം ചെയ്യുമ്പോഴാണ് ആത്മീയ ഉയർച്ച ഓരോ ദൈവപൈതലിനും ഉണ്ടാകുന്നത്. ആത്മീയ വളർച്ച ഒരു ദൈവപൈതൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ദൈവപൈതൽ നിശ്ചയമായും ദൈവവേല ചെയ്തിരിക്കണം. ഇത് ദൈവവചന പ്രകാരമുള്ളൊരു ബോധ്യമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം. ഒരു സംഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. ജീസസ് യൂത്തിന്റെ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോൾ ഒരു സ്കിറ്റ്, ഒരു ചിത്രീകരണം നടത്തുന്ന എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഒരു വലിയ ട്രെയിൻ കൂകിപ്പാഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ ട്രെയിനിൽ എല്ലാ ബോഗികളിലും ധാരാളം ആളുകൾ തിങ്ങിക്കൂടിയിട്ടുണ്ട്. അങ്ങനെ അതിവേഗം പാഞ്ഞുപോയ ട്രെയിൻ ഒരു വലിയ സ്റ്റേഷനിൽ ചെന്ന് അത് നിന്നു. ഈ ട്രെയിനിന്റെ ബോഗികളിലെ ആളുകൾ തിങ്ങി നിറഞ്ഞിരിക്കുന്നുണ്ട്. അതിന്റെ ഒരു ബോഗിയിൽ ഞാനും ഇരിക്കുന്നുണ്ട്. അങ്ങനെ ഈ ബോഗിയിൽ തലയിട്ട് പുറത്തേക്ക് നോക്കിയപ്പോൾ അതാ അങ്ങ് അകലെ സ്വർഗം എന്ന സ്റ്റേഷനിലാണ് ട്രെയിൻ ചെന്ന് നിന്നിരിക്കുന്നത്. പിതാവായ ദൈവം അനേകം മാലാഖമാരുടെ അകമ്പടിയോടെ, അനേകം വിശുദ്ധരുടെ അകമ്പടിയോടെ കടന്നു വന്ന് ഇതാ ഓരോ ബോഗിയിൽ നിന്നും ആളുകളെ സ്വീകരിക്കുകയാണ്. ആദ്യത്തെ ബോഗിയിൽ നിന്ന് അബ്രാഹം ഇറങ്ങി. കൂടുതൽ കോടാനുകോടി ആത്മാക്കളുണ്ട്. വലിയ ഗംഭീര സ്വീകരണമാണ് അബ്രാഹത്തിന് ലഭിക്കുന്നത്. പിതാവായ ദൈവം, പുത്രനായ യേശു, പരിശുദ്ധാത്മാവ് ഇവർ വലിയ ആഘോഷമായ വരവേൽപ്പ് കൊടുത്ത് അബ്രാഹത്തെ സ്വർഗത്തിലേക്ക് ആനയിക്കുകയാണ്. അടുത്ത ബോഗിയിലേക്ക് വന്നു. ഇതാ ഇസ്ഹാക്ക് ഇറങ്ങുന്നു. ഇസ്ഹാക്കിന്റെ കൂടെയുണ്ട് കോടിക്കണക്കിന് ആളുകൾ. അടുത്ത ബോഗിയിലേക്ക് വന്നു. ഇത് യാക്കോബ് ഇറങ്ങുന്നു. യാക്കോബിന്റെ കൂടെയുണ്ട് കോടിക്കണക്കിന് ആളുകൾ. ഇങ്ങനെ ഓരോ ബോഗിയിൽ നിന്നും ദൈവമക്കളെ സ്വീകരിച്ച് ജീവന്റെ കിരീടം വെച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതാ ബോഗി നീങ്ങി ഇതാ ഒരു ബോഗിയിൽ നിന്ന് ഡോൺ ബോസ്കോ ഇറങ്ങുന്നു. അനേക ആത്മാക്കള് ഡോൺ ബോസ്കോയുടെ കൂടെയുണ്ട് സ്വർഗത്തിലേക്ക്. അതാ ഒരു ബോഗിയിൽ നിന്ന് മദർ തെരേസ ഇറങ്ങുന്നു. അനേക ആത്മാക്കള് മദർ തെരേസ കൂടെയുണ്ട് സ്വർഗത്തിലേക്ക്. ഇവർക്കെല്ലാം ഗംഭീരമായ വരവേൽപ്പാണ് പിതാവായ ദൈവം നൽകുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അപ്പോൾ ഏറ്റവും പുറകിലെ ബോഗിയിൽ ഒറ്റയ്ക്കിരിക്കുന്ന അദ്ദേഹം ചിന്തിച്ച്, എനിക്ക് വലിയ സ്വീകരണമായിരിക്കും ലഭിക്കുക, കാരണം ഞാൻ ഒറ്റയ്ക്കായിരിക്കുന്നത്, ആരും എന്റെ കൂടെയില്ല. എന്നാൽ മറ്റുള്ളവരെല്ലാം സ്വീകരിച്ച് സ്വർഗത്തിലേക്ക് അവർ കൊണ്ടുപോകപ്പെടുകയും സ്വർഗത്തിന്റെ വാതിൽ അടയുകയും ചെയ്തു. ട്രെയിൻ വീണ്ടും മുന്നോട്ട് നീങ്ങി. വലിയ ഭീകരമായ ശബ്ദങ്ങളെല്ലാം കേൾക്കാൻ തുടങ്ങി. ട്രെയിൻ മറ്റൊരു സ്റ്റേഷനിൽ ചെന്ന് നിന്നു. തലയിട്ട് പുറത്തേക്ക് നോക്കി. അപ്പോഴേക്ക് വലിയ അട്ടഹാസത്തോടെ നരകത്തിന്റെ എല്ലാ തരത്തിലും രൗദ്രഭാവങ്ങളോടെ നാരകീയ ശക്തികൾ കൂട്ടത്തോടെ പാഞ്ഞെടുത്ത് ട്രെയിനിന്റെ വാതിലുകളെ ചവിട്ടിപ്പൊളിച്ച് അദ്ദേഹത്തെ വലിച്ച് താഴെയിട്ട് നാരകീയ ഘടകളിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുപോയി. അപ്പൊ അദ്ദേഹം ചിന്തിച്ച്, ഞാൻ പാവപേക്ഷിച്ച് തിന്മപേക്ഷിച്ച് ഞാൻ എന്റെ കാര്യം നോക്കി ജീവിക്കുകയായിരുന്നല്ലോ, ഞാൻ ആർക്കൊരു ഉപദ്രവം ചെയ്തിട്ടില്ലല്ലോ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ ആർക്കൊരു ഉപദ്രവം ചെയ്തില്ലെങ്കിലും ഞാൻ വഴി രക്ഷ പ്രാപിക്കേണ്ട ആത്മാക്കൾ ഈ ലോകത്തിൽ എന്റെ സുവിശേഷ പ്രവർത്തനം രക്ഷ പ്രാപിക്കുന്നില്ലെങ്കിൽ ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുകയാണ്, ആ ആത്മാക്കളുടെ രക്തത്തിന്റെ കണക്ക് ഞാൻ നിന്നോട് ചോദിക്കും. എസെക്കിയേലിന്റെ പുസ്തകത്തിൽ 33-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ.
ഈ നിമിഷങ്ങളിൽ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ദൈവവേലയെക്കുറിച്ച് ഗൗരവത്തിൽ ബോധ്യപ്പെടാൻ ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ, ഒരു യുവാവ് എന്ന നിലയിൽ, ഒരു കുടുംബനാഥൻ എന്ന നിലയിൽ, ഒരു കുടുംബനാഥ എന്ന നിലയിൽ, ഒരു വിശ്വാസി എന്ന നിലയിൽ, കർത്താവിനെ അറിയുന്ന ഒരു ദൈവപൈതൽ എന്ന നിലയിൽ, കർത്താവെ, നഷ്ടപ്പെട്ടു പോയ ആത്മാക്കൾക്ക് വേണ്ടി വേല ചെയ്യാൻ, ദൈവവേല ചെയ്യാനുള്ള വലിയ അഭിഷേകം ഞങ്ങളുടെ കുടുംബത്തിന് നൽകണമേ. ഞാനും എന്റെ കുടുംബവും യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞ ഞങ്ങളുടെ പൂർവികരോട് ചേർന്ന്, ജോഷുവ പ്രവാചകനോട് ചേർന്ന്, ജോഷുവയോട് ചേർന്ന്, ഞാനും എന്റെ കുടുംബം യഹോവയെ സേവിക്കുന്നു പറയാൻ തക്ക വിധം വലിയ അഭിഷേകം എന്റെ കുടുംബത്തിന് മേൽ വ്യാപരിക്കട്ടെ, എന്റെ മേൽ വ്യാപരിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. തളർന്നവരെല്ലാം ശക്തി പ്രാപിക്കട്ടെ, അത്ഭുതകരമായ ശക്തിയോട് നിറയട്ടെ, മാനസികമായ ദൗർബല്യങ്ങളെല്ലാം വിട്ടുപോകട്ടെ, ദൈവവേലയെക്കുറിച്ചുള്ള നാണമെല്ലാം മാറട്ടെ, ദൈവവേലയെക്കുറിച്ച് അപകടത്തെല്ലാം വിട്ടുപോകട്ടെ, എല്ലാ തിന്മകളെയും കെട്ടുകൾ അഴിക്കുന്നു, ദൈവവേലക്കുള്ള തടസ്സങ്ങളെല്ലാം വിട്ടുപോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. യേശുവേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. എന്റെ ജീവിതം നീലിലങ്ങുതൽ പാദസേവയ്ക്കു മാത്രമാ ഈടുന്ന നിശ്വാസമങ്ങൾ ഞാൻ ജീവിതത്തിൽ പകർത്തിടാം, ജീവിതത്തിൽ പകർത്തിടാം. ഈ നിമിഷങ്ങളിൽ വലിയ ശക്തി ലോകമെമ്പാടുമുള്ള ദൈവമക്കളുടെ മേൽ വർഷിക്കപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. ഇതാ ഈ നിമിഷങ്ങളിൽ അനേകരെ കർത്താവ് സ്പർശിക്കുന്നു. ഇതാ നിരവധി ആത്മാക്കളെ കർത്താവ് തട്ടി ഉണർത്തുന്നു. അന്ധകാരത്തിന്റെ പിടിയിലകപ്പെട്ട് ആത്മീയ ജീവിതം മുരടിപ്പ് പാലിച്ചുകൊണ്ടിരിക്കുന്ന പലരെയും കർത്താവ് സ്പർശിക്കുന്നു. കർത്താവേ, ഈ നിമിഷങ്ങളിൽ അവിടുന്ന് തൊടണമേ, ഈ നിമിഷങ്ങളിൽ അവിടുന്ന് സുഖപ്പെടുത്തണമേ. ദൈവവേലയ്ക്ക് വേണ്ടി ഉണരാനുള്ള കൃപ എല്ലാ മക്കൾക്കും നൽകണമേ. ദൈവവേലയ്ക്ക് വേണ്ടി സമയം കൊടുക്കണം, ദൈവവേലയ്ക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെടണം, ദൈവവേലയ്ക്ക് വേണ്ടി കഷ്ടപ്പാടുകൾ സഹിക്കണം, ദൈവവേലയ്ക്ക് വേണ്ടി പണം മുടക്കണം, ദൈവവേലയ്ക്ക് വേണ്ടി ത്യാഗങ്ങൾ സഹിക്കണം, ദൈവവേലയ്ക്ക് വേണ്ടി ഉപവസിക്കണം. ഈ ബോധ്യങ്ങളെല്ലാം ഹൃദയങ്ങളിലേക്ക് പകർന്നു നൽകണമേ കർത്താവേ. അങ്ങ് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 12-ാം അധ്യായത്തിൽ 3-ാം തിരുലിഖിതങ്ങളിൽ പറഞ്ഞു, അനേകരെ നീതിയിലേക്ക് നയിക്കുന്നവർ എന്നും എന്നേക്കും നക്ഷത്രങ്ങളെ പോലെ മിന്നി തിളങ്ങും. എന്നും എന്നേക്കും പ്രകാശിക്കുന്ന അഭിഷേകം, അനശ്വരതര അഭിഷേകം അങ്ങ് അവർക്ക് വേണ്ടി വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ നിമിഷങ്ങളിൽ സകലരുടെ മേൽ ശക്തി അയക്കണമേ, സകലരുടെ മേൽ ശുശ്രൂഷയുടെ ആത്മാവിനെ അയക്കണമേ, സകലരെയും തട്ടി ഉണർത്തണമേ. ഞങ്ങളിതാ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രോഗികൾ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ, തകർന്നിരിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ,
പലതരത്തിലുള്ള ദുഃഖപീഠങ്ങളിരിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. മനപ്രയാസങ്ങളിരിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. പലതരത്തിലുള്ള പൈശാചിക പീഡങ്ങളുള്ളവർ പ്രാർത്ഥിക്കട്ടെ. രാത്രികാലങ്ങൾ ദുർപീഡ അനുഭവിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. കുഞ്ഞുങ്ങൾക്ക് മാറാത്ത രോഗങ്ങളുള്ള കുടുംബങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. സാമ്പത്തികമായ കനത്ത പ്രതികൂലത്തെ നേരിടുന്നവർ പ്രാർത്ഥിക്കട്ടെ. കടബാധ്യത വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. പലതരത്തിലുള്ള ശത്രുപീഠകളിൽ നിന്ന് വിടുതൽ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ക്ഷുദ്രകീടങ്ങൾ, കൃഷിയിടങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കട്ടെ. കാട്ടുമൃഗങ്ങൾ, ശല്യങ്ങളുള്ളവർ അത് വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, അത്ഭുത ശക്തി ഇപ്പോൾ ഒഴുകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവേ, അത്ഭുത ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും പ്രാർത്ഥിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ജോസ്. എൻ്റെ സ്വദേശം പത്തനംതിട്ട. 15 വർഷം മുമ്പ് ഒരു ബൈക്ക് ആക്സിഡൻറ്റിൽ എൻ്റെ നടുവിന് കാര്യമായ ക്ഷതം സംഭവിച്ചു. ആയുർവേദ അലോപ്പതി ചികിത്സകളൊക്കെ നടത്തി പലപ്പോഴും കുറവ് സംഭവിച്ചുവെങ്കിലും വീണ്ടും വളരെ ശക്തമായ വേദന അനുഭവപ്പെട്ടു. സിഹിവൻ ധ്യാനകേന്ദ്രത്തിൽ വെച്ച് ബഹുമാനപ്പെട്ട സേവർക്കാൻ വട്ടായലച്ചൻ്റെ നേതൃത്വത്തിൽ നടന്ന ധ്യാനത്തിൽ എനിക്ക് പൂർണ്ണമായ സൗഖ്യം ലഭിച്ചു. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഈ സഹോദരന് 15 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ബൈക്ക് ആക്സിഡന്റ് ഉണ്ടായി. അതേ തുടർന്ന് നട്ടെല്ലിന് ക്ഷതം സംഭവിച്ചു. എന്നാൽ സെഹിയോൻ ധ്യാനകേന്ദ്രത്തിൽ വന്ന് വളർച്ചാ ധ്യാനത്തിൽ സംബന്ധിച്ചതിന്റെ ഫലമായി കർത്താവ് ആ രോഗം പൂർണ്ണമായും തൊട്ട് സുഖപ്പെടുത്തി. അനുഗ്രഹിച്ച കർത്താവിന് കരമടിച്ച് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്.